നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനുവരി 20 കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി 20 നമ്മൾ പഠിക്കുന്ന എന്താണ്? അയോധ്യ രാമക്ഷേത്രത്തെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അയോധ്യയിലെ രാമക്ഷേത്രം, അല്ലേ? അപ്പം അതിനകത്തുനിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ പത്രത്തിലെ ന്യൂസ്? രാമക്ഷേത്രം പൂർത്തിയായെന്ന് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ. എന്താണ്? രാമക്ഷേത്രം പൂർത്തിയായെന്ന് ആര് പറഞ്ഞു? നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു എന്നതാണ് നമ്മുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആരാന്നറിയണ്ടേ? അത് ആരാണ്? നൃപേന്ദ്ര മിശ്ര. ആരാണ്? നൃപേന്ദ്ര മിശ്രയാണ് നമ്മുടെ നിർമ്മാണ കമ്മിറ്റി, അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നൃപേന്ദ്ര മിശ്രയാണ്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. ഇനി അടുത്ത എന്താണ്? ഇവിടെ സ്ഥാപിക്കുന്ന വിഗ്രഹം ഏതാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ്? രാമലല്ല വിഗ്രഹം. ഏതാണ്? രാമലല്ല വിഗ്രഹമാണ് അവിടുത്തെ പ്രതിഷ്ഠ. രാമലല്ലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? രാമക്ഷേത്രത്തോടനുബന്ധിച്ച് ഉള്ള ആ ഒരു കേസ് എത്ര വർഷം നീണ്ടു നിന്നു? എത്ര വർഷം നീണ്ടു നിന്നു? 134 വർഷമാണ് ഈ ഒരു കേസ് നീണ്ടു നിന്നത്. രാമക്ഷേത്രത്തോടനുബന്ധിച്ച കേസ് എത്ര വർഷം നീണ്ടു നിന്നു? 134 വർഷം. അത് അലഹബാദ് ഹൈക്കോടതിയിൽ 23 വർഷവും ഫൈസാബാദ് ഹൈക്കോടതിയിൽ 102 വർഷവും നീണ്ടു നിന്നു. അപ്പൊ എത്രയാണ്? അലഹബാദ് ഹൈക്കോടതിയിൽ 23 വർഷവും ഫൈസാബാദ് ഹൈക്കോടതിയിൽ 102 വർഷവും, രണ്ടും കൂടെ ചേർത്തിട്ട് 134 വർഷമായിരുന്നു ഈ രാമക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള കേസ് നിലനിന്നത്. ഓക്കെ. ഇനി ഏത് ജഡ്ജിമാരാണ് രാമക്ഷേത്രത്തിന്റെ അന്തിമ വിധി പ്രസ്താവിച്ചത്? ഏത് ജഡ്ജിമാരാണ്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് S.A. ബോബ്ഡെ, പിന്നെന്താണ് YV ചന്ദ്രചൂഡ്, മുൻ ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് S. അബ്ദുൾ നസീർ എന്നിവരടങ്ങുന്ന ഒരു ടീമാണ് എന്താ ഈ ഒരു വിധി പ്രസ്താവിച്ചത്. ആരൊക്കെയാണ്? രഞ്ജൻ ഗൊഗോയ്, S.A. ബോബ്ഡെ, YV ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, S. അബ്ദുൾ നസീർ. ഓക്കെ. ഇത്രയൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്താണ്? വിഗ്രഹത്തിന്റെ പേര് രാമലല്ല. രാമലല്ല. ആരാണ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ? നൃപേന്ദ്ര മിശ്ര. എന്താണ്? നൃപേന്ദ്ര മിശ്രയാണ്. അത് പഠിച്ചു വെച്ചേക്കാം. 134 വർഷമാണ് കേസ് നീണ്ടു നിന്നത്. ആരൊക്കെയാണ് ഇതിന്റെ വിധി പ്രസ്താവനത്തിൽ, അന്തിമ വിധിയിൽ ഏതൊക്കെ ജഡ്ജിമാരായിരുന്നു ഉണ്ടായിരുന്ന? ഫേമസ് ആയിട്ടുള്ള എല്ലാവരും, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാവരും. രഞ്ജൻ ഗൊഗോയ് ഉണ്ട്, S.A. ബോബ്ഡെ ഉണ്ട്, YV ചന്ദ്രചൂഡ് ഉണ്ട്, അശോക് ഭൂഷൺ, S. അബ്ദുൾ നസീർ. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് കർണാടകത്തിലെ മൈസൂർ നിവാസിയായിട്ടുള്ള അരുൺ യോഗിരാജ് ആണ് ശ്രീരാമ വിഗ്രഹത്തിന്റെ ശില്പി. അപ്പൊ ഈ അയോധ്യ ക്ഷേത്രത്തിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? ആരാണ് ശില്പി? അരുൺ യോഗിരാജ്. ആരാണ്? അരുൺ യോഗിരാജ്. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. രാമക്ഷേത്രത്തിനനുബന്ധിച്ചുള്ള കേസ് 134 വർഷം നീണ്ടു നിന്നു. ജഡ്ജസിനെ എല്ലാം ഓർത്തു വെച്ചേക്കാം. ആരാണ് ശില്പി? ആരാണ് ശില്പി? അരുൺ യോഗിരാജാണ്. ഓക്കെ അല്ലേ? അടുത്തത് ചന്ദ്രകാന്ത് സോംപുരയും മകൻ ആശിഷ് സോംപുരയും ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. നമ്മൾ ഇവിടെ പറഞ്ഞത് രാമക്ഷേത്രത്തിന്റെ ശില്പിയെ പറ്റിയാണ് പറഞ്ഞത്. ആരാണ്? അരുൺ യോഗിരാജ്. അടുത്ത് ഇപ്പം പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആരാണ്? ചന്ദ്രകാന്ത് സോംപുരയും മകൻ ആശിഷ് സോംപുരയും. ഓക്കെ അല്ലേ? ഇനി ലാർസൻ ആൻഡ് ടൂബ്രോ. ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ രൂപകൽപ്പന നിർവഹിച്ചത്. അപ്പൊ ഏത് കമ്പനിയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതാണ്? ലാർസൻ ആൻഡ് ടൂബ്രോയാണ്. ഓക്കെ. ഇനി ഏത് ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നത്? നാഗര ശൈലിയിലാണ്. ഏതാണ്? നാഗര ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അത് രാജസ്ഥാനിൽ നിന്നുള്ള ഏത് കല്ലാണ് ഉപയോഗിച്ചത്? ഏതാണ്? മക്രാന കല്ല്. ഏതാണ്? മക്രാന കല്ലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചത്. ഏകദേശം 1100 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു. ഇതിന് പൂർത്തീകരിക്കാനായിട്ട് ഏകദേശം 300 കോടി ആവശ്യമായിട്ട് വരും. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ എന്താണ്?
ഇതിനകത്ത് അയൺ ഉപയോഗിച്ചിട്ടില്ല, ഇരുമ്പ് എവിടെയും തന്നെ ഉപയോഗിച്ചിട്ടിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ പറയാം. രാമക്ഷേത്രം എവിടെയാണ്? അയോധ്യയിലാണ് രാമക്ഷേത്രം പണി പൂർത്തിയായത്. എവിടെയാണ്? അയോധ്യയിലാണ് നമ്മുടെ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത്. ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നൃപേന്ദ്ര മിശ്രയാണ്. അവിടുത്തെ പ്രതിഷ്ഠയുടെ പേര് എന്താണ്? രാമലല്ല. എന്താണ്? രാമലല്ലയാണ് ഇതിന്റെ പ്രതിഷ്ഠ. അല്ലെങ്കിൽ എന്താണ്? ശ്രീരാമ വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? ശില്പി അരുൺ യോഗിരാജാണ്. ശ്രീരാമ വിഗ്രഹത്തിന്റെ ശില്പി അരുൺ യോഗിരാജാണ്. എത്ര വർഷം ഈ കേസ് നീണ്ടു നിന്നു? 134 വർഷം നീണ്ടു നിന്നു. ഇനി ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ചന്ദ്രകാന്ത് സോംപുരയും ആശിഷ് സോംപുരയും. ഏത് കമ്പനിയാണ് ഇതിന്റെ ഈ രൂപകൽപ്പനയിൽ പ്രധാന പങ്ക് വഹിച്ചത്? ഏതാണ്? ലാർസർ ആൻഡ് ടൂബ്രോ കമ്പനി. ഇനി ഏത് ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്? നാഗര ശൈലിയിൽ. ഇനി ഏത് കല്ല് വെച്ചിട്ടാണ്? മക്രാന കല്ല് വെച്ചിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 300 കോടിയോളം രൂപ ഇനി ചെലവാവും. 1100 കോടി ഇപ്പം തന്നെ ചെലവായിട്ടുണ്ട്. ഇനി എന്താണ്? ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി അങ്ങോട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലായിട്ട് പിന്നെ അവസാനം ഈ രാമക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഫാക്ട്സ് കൂടെ അന്നേരം ആഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.